ആലത്തൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നവീകരണത്തിന് 3 കോടി രൂപ കെ.ഡി. പ്രസേനൻ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തിച്ചിരുന്ന ആലത്തൂർ ഫയർ സ്റ്റേഷൻ പ്രവർത്തനം കുനിശ്ശേരിയിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് കമ്മ്യൂണിറ്റി ഹാൾ നവീകരണത്തിന് വഴിയൊരുങ്ങിയത്. ആലത്തൂർ കേന്ദ്രമായി ഫയർ സ്റ്റേഷൻ അനുവദിച്ചപ്പോൾ ഫയർ സ്റ്റേഷൻ ആലത്തൂരിൽ തന്നെ വേണമെന്നതിനാലാണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ താൽക്കാലികമായി സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത്. പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളിലായിരുന്നു സ്റ്റേഷൻ പ്രവർത്തിച്ചത്. കമ്മ്യൂണിറ്റി ഹാളിന്റെ പരിമിതികളും ഹാളിലെ ശോചനീയാവസ്ഥയും ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. തകർച്ചാ ഭീഷണി നേരിടുന്ന കമ്മ്യൂണിറ്റി ഹാളിലും അനുബന്ധ കെട്ടിടങ്ങളിലും ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് അപകടകരമായ സ്ഥിതിയായി. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയായപ്പോഴാണ് നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ ചുമതലയുള്ള ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർ ജീവനും കൊണ്ട് കുനിശ്ശേരിക്ക് ഓടി രക്ഷപ്പെട്ടത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളായി പ്രവർത്തിച്ചിരുന്നപ്പോൾ ആലത്തൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് ഏറെ പ്രയോജനം ചെയ്തിരുന്നു. മിതമായ വാടകയിൽ വിവാഹ ചടങ്ങുകളും അനുബന്ധ ചടങ്ങുകളും പൊതുപരിപാടികളും സാംസ്കാരിക പരിപാടികളും നടത്താൻ കഴിഞ്ഞിരുന്നു. ഏതായാലും കമ്മ്യൂണിറ്റി ഹാൾ ആധുനിക സംവിധാനത്തോടെ ഉടൻ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആലത്തൂരുകാർ. ആലത്തൂർ പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആലത്തൂർ ആർ കൃഷ്ണൻ സ്മാരക സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുമ്പോൾ അവിടെ ലൈബ്രറിയും സെമിനാർ ഹാളും അനുബന്ധമായ ഓഫീസ് സംവിധാനങ്ങളും എല്ലാം ഉണ്ടാവണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു അറിവ് ലഭ്യമാകുന്ന കേന്ദ്രമായി ഈ സാംസ്കാരിക സമുച്ചയം മാറും. അതോടൊപ്പം തന്നെ ആലത്തൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാവുന്ന ആ കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ സാംസ്കാരിക സമുച്ചയം സഹായകരമായി മാറിത്തീരും എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനനുബന്ധമായി വരുന്ന കമ്മ്യൂണിറ്റി ഹാൾ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ വിവിധ ആവശ്യങ്ങൾ സൗജന്യ നിരക്കിൽ ഉപയോഗിക്കാൻ കഴിയാവുന്ന സംവിധാനവും ഇതിനോടനുബന്ധിച്ചുണ്ടാക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. യു ടി വി ന്യൂസ്, പാലക്കാട്.